ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണം തുടർന്ന ഇറാൻ. കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് ഇറാന്റെ ശക്തമായ ആക്രമണം. സൗത്ത് പാർസ് ഓഫ് ഷോർ പ്രകൃതിവാതക പാടത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാന്റെ ആക്രമണം. ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. കുവൈത്തിലെ മിന അൽ അഹമ്മദി എണ്ണ ശുദ്ധീകരണശാലയിലാണ് ഇറാൻ തുടർച്ചയായി ആക്രമിക്കുന്നത്. ഇന്നലത്തെ ആക്രമണത്തിന് പിന്നാലെ ഇന്ന് പുലർച്ചെയും ഡ്രോൺ ആക്രമണം നടന്നു. പ്രതിദിനം 7,30,000 ബാരൽ എണ്ണ സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ് മിന അൽ അഹമ്മദി റിഫൈനറി. ഇന്നലത്തെ ആക്രമണത്തിൽ തന്നെ സാരമായ നാശം നേരിട്ടിരുന്നു. തീയണക്കൽ നടപടി ഉൾപ്പെടെ തുടരുന്നതിനിടെയാണ് അടുത്ത ആക്രമണം. പേർഷ്യൻ ഗൾഫിലെ എണ്ണ സമ്പന്നമായ കുവൈറ്റിലെ 3 എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നാണിത്. പശ്ചിമേഷ്യൻ സംഘർഷം 3 ആഴ്ച പിന്നിടുമ്പോൾ ഗൾഫ് മേഖലയിലെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം. പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ സൗത്ത് പാർസ് ഓഫ് ഷോർ പ്രകൃതിവാതക പാടത്ത് ബുധനാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാൻ ആക്രമണം ശക്തമാക്കിയത്. ഖത്തറിലെ ഊർജ്ജ വ്യവസായ മേഖലയായ റാസ് ലഫാനിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി. ആക്രമണം സാരമായി ബാധിച്ച ഖത്തറിലെ LNG ഉൽപ്പാദനം പഴയ നിലയിലാകാൻ മാസങ്ങളെടുക്കും. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.